ഒരിക്കൽ ഒരു കരടിയും ഒരു പന്നിയും ഒരു കുറുക്കനും കൂടി കൂട്ടുകൃഷി തുടങ്ങി. ഗോതമ്പ് കൃഷി നടത്തി സ്വന്തം ഭക്ഷണത്തിനുള്ള വക നേടാം എന്നായിരുന്നു അവരുടെ തീരുമാനം. ആൺപന്നി പറഞ്ഞു, ഞാൻ ഒരു ധാന്യപ്പുരയിൽ കയറി വിത്ത് കട്ടുകൊണ്ടുവരാം. എന്നിട്ട് എൻ്റെ ഒരു മൂക്കുകൊണ്ട് മണ്ണിളക്കി നിലം ഉഴുകയും ചെയ്യാം. കരടി പറഞ്ഞു, ഞാൻ ആയിരിക്കും വിതക്കാരൻ. കുറുക്കനേറ്റു. വിതച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വാൽ കൊണ്ട് വിത്തുകൾക്ക് മുകളിൽ മണ്ണടിച്ചിട്ട് മൂടാം. അങ്ങനെ നിലം ഉഴുതു, വിത്ത് വിതച്ചു, കൃഷി ഇറക്കി. ഗോതമ്പ് വളർന്നു വന്നു. കൊയ്ത്തുകാലമായി. കൂട്ടുകാർ കൊയ്ത്തിനെക്കുറിച്ച് കൂടിയാലോചിച്ചു. പന്നി പറഞ്ഞു, ഞാൻ ധാന്യക്കതിർ മുറിക്കാം. കരടി കറ്റ കെട്ടാമെന്ന് പറഞ്ഞു. കുറുക്കൻ പറഞ്ഞത് ഞാൻ ചിതറിപ്പോകുന്ന കതിരുകളെല്ലാം പെറുക്കിയെടുക്കാമെന്നായിരുന്നു. കൊയ്ത്തു കഴിഞ്ഞു. ധാന്യക്കതിരുകൾ മുറിച്ചു, കറ്റകൾ ആക്കി കെട്ടിവച്ചു. ഇനി അവ മെതിക്കണം. മെതിസ്ഥലം ഏർപ്പാടാക്കാമെന്ന് പന്നിയേറ്റു. ഞാൻ കറ്റ ചുമന്നുകൊണ്ടുപോയി മെതിക്കാം, കരടി പറഞ്ഞു. ഞാൻ ധാന്യക്കതിർ ഓരോന്നും എടുത്ത് കുലുക്കി കുലുക്കി ധാന്യമണികൾ അതിൽ നിന്ന് വേർപെടുത്തിക്കോളാം. ഞാൻ എൻ്റെ വാലുകൊണ്ട് വീശി വീശി പതിരെല്ലാം കളയാം, കുറുക്കൻ പറഞ്ഞു. ഗോതമ്പ് പാറ്റി പതിര് കളയുന്ന പണി ഞാൻ ചെയ്യാം, കരടി പറഞ്ഞു. കച്ചി കുടഞ്ഞു മാറ്റുന്ന ജോലിയും ഞാൻ ചെയ്തോളാം, കരടി കൂട്ടിച്ചേർത്തു. വിളവ് പങ്കുവയ്ക്കുന്നത് ഞാൻ തന്നെ. അങ്ങനെ ധാന്യം മെതിച്ച് പാറ്റി വൃത്തിയാക്കി കരടി വീതം വെപ്പ് ആരംഭിച്ചു. അവൻ ന്യായമോ സത്യസന്ധതയോ ഒന്നും പാലിച്ചില്ല. പന്നിക്ക് വൈക്കോലെല്ലാം കൊടുത്തു. ധാന്യം തനിക്കായി നീക്കിവെച്ചു. ചുരുക്കി പറഞ്ഞാൽ കുറുക്കന് ഒന്നും കിട്ടിയില്ല. ഇത് കണ്ടപ്പോൾ കുറുക്കന് വല്ലാതെ ദേഷ്യം വന്നു. രണ്ടുപേരെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും എന്ന് അവൻ ഭീഷണിപ്പെടുത്തി. താൻ ചക്രവർത്തിയുടെ ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്ന് വീണ്ടും ന്യായമായ വീതവെപ്പ് നടത്തുമെന്നായി കുറുക്കൻ. അവൻ ഓഫീസറെ കൊണ്ടുവരാൻ തുള്ളിച്ചാടിപ്പോയി. കരടിയും പന്നിയും പേടിച്ചുപോയി. കരടി പന്നിയോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, നീ ആ വൈക്കോലിനടിയിലെങ്ങാനും ഒളിച്ചോ. ഞാൻ ആ കാണുന്ന മരത്തിൽ പിടിച്ചു കയറാം. പന്നി വൈക്കോലിനടിയിൽ മറഞ്ഞു. കരടി മരത്തിൽ പിടിച്ചു കയറുകയും ചെയ്തു. കുറുക്കൻ നടന്നു പോകുന്ന വഴിക്ക് ഒരു പൂച്ചയെ കണ്ടു. തൻ്റെ കൂടെ വരാമെങ്കിൽ ഒരു മെതിസ്ഥലത്തു നിന്ന് ഇരുവർക്കും ഒരുമിച്ച് എലികളെ പിടിക്കാമെന്ന് അവൻ പൂച്ചയോട് പറഞ്ഞു. പൂച്ച സന്തോഷത്തോടു കൂടി ആ ക്ഷണം സ്വീകരിച്ചു. മെതിയിടങ്ങളിൽ ധാരാളം എലികൾ കാണുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. എന്നാലും പോകുന്ന വഴിക്ക് കുറ്റിച്ചെടികളിലും മറ്റുമായി വഴിയരിയിൽ കണ്ട പക്ഷികളെ പലതിനെയും പൂച്ച പിടികൂടി. ദൂരെ മരത്തിൻ്റെ ഏറ്റവും മുകളിൽ ഇരുന്നിരുന്ന കരടി ആ കാഴ്ച കണ്ട് പേടിച്ച് താഴെ വൈക്കോലിൻ്റെ അടിയിൽ മറഞ്ഞിരുന്ന പന്നിയോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ പൊന്നു പന്നി, നാം വലിയ ഒരു കുടുക്കിലാണ് പെട്ടിരിക്കുന്നത്. കുറുക്കൻ ആഫീസറെയും കൂട്ടി വരുന്നുണ്ട്. അത് ഒരു ഭയങ്കര രാക്ഷസൻ തന്നെയാണ്. കീരിയുടേതുപോലുള്ള ഒരു രോമക്കുപ്പായം അയാൾ ഇട്ടിരിക്കുന്നു. വരുന്ന വഴിക്ക് പറന്നു നടക്കുന്ന പക്ഷികളെയൊക്കെ കൊല്ലുന്നുമുണ്ട്. ഇത് പറഞ്ഞിട്ട് കരടി തിരിഞ്ഞു നോക്കിയപ്പോൾ പൂച്ചയെ കണ്ടില്ല. അത് ഇതിനിടയ്ക്ക് പുല്ലുകൾക്കുള്ളിലൂടെ പതുങ്ങി ഓടി മെതിയിടത്തിലെത്തി വൈക്കോലിനടിയിൽ എലികളെ തേടി തുടങ്ങിയിരുന്നു. കരടി നൽകിയ വിവരണം കേട്ട് ജിജ്ഞാസ മുഴുത്ത പന്നി തൻ്റെ മുഖത്തിൻ്റെ കുറച്ച് ഭാഗം വെളിയിലേക്ക് നീട്ടി നോക്കി. എന്താണ് നടക്കുന്നത് എന്ന് അറിയണമല്ലോ. എലിയെ തിരഞ്ഞു നടന്ന പൂച്ച വെളിയിലേക്ക് ഉന്തി നിന്ന പന്നിയുടെ മോന്ത കണ്ടപ്പോൾ എലിയാണ് എന്ന് കരുതി മുമ്പോട്ട് ചാടി അതിൽ തൻ്റെ വളഞ്ഞു കൂർത്ത നഖങ്ങൾ ആഴ്ത്തി. പന്നി ഒരു ഭയങ്കരമായ അമറലോടെ അടുത്തുള്ള അരുവിയിലേക്ക് ഭ്രാന്തു പിടിച്ചതുപോലെ എടുത്തു ചാടി. മരത്തിൻ്റെ മുകളിൽ അള്ളിപ്പിടിച്ചിരുന്ന കരടി ഈ ബഹളങ്ങൾ എല്ലാം കേട്ടപ്പോൾ വിചാരിച്ചത് രാക്ഷസൻ പന്നിയെ കൊന്നുകഴിഞ്ഞു, ഇനി തൻ്റെ ഊഴമാണ് എന്നായിരുന്നു. പേടിച്ചരണ്ട കരടി പിടിവിട്ടു. മരത്തിൻ്റെ മുകളിൽ നിന്നും തലയും കുത്തി താഴേക്ക് വീണു. കഴുത്തൊടിഞ്ഞ് വല്ലാതെ വേദന അനുഭവിച്ചുകൊണ്ട് അവൻ മരിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ കുറുക്കന് കൂട്ടുകൃഷിയുടെ വിളവ് മുഴുവനും കിട്ടി, ഗോതമ്പും വൈക്കോലും എല്ലാം. പ്രണവപ്രകാശത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്ഷ്മഹീന വിധുലക്ഷ നിർജിത വിചക്ഷണാനന സരോരുഹാം യക്ഷുകാർമുകശരാസനോപമിത ചില്ലികായുഗമതല്ലികാം ലക്ഷയേ മനസി സന്തതം സകല ദുഷ്കൃതക്ഷയവിധായിനീ
ഉക്ഷവാഹന തപോ വിഭൂതി മഹദക്ഷരാം ത്രിപുര സുന്ദരീം. അല്പം പോലും കളങ്കമില്ലാത്ത ലക്ഷക്കണക്കിന് ചന്ദ്രന്മാരെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള സുന്ദരമായ മുഖമാണ് ശ്രീ ലളിതാ ത്രിപുരസുന്ദരീ ദേവിയുടേത്. കാമദേവന്റെ വില്ലിനെപ്പോലെ മനോഹരമായ പുരികക്കൊടികളാണ് അവിടുത്തെ തിരുവദനത്തിൽ വിളങ്ങുന്നത്. സമസ്ത പാപങ്ങളെയും നശിപ്പിക്കുന്നവളാണ് അമ്മ. പരമശിവന്റെ തപസിദ്ധി കൊണ്ട് ലഭിച്ച ഐശ്വര്യമാണവിടുന്ന്. അപ്രകാരമുള്ള നാശരഹിതയായ അമ്മേ ഭഗവതി, അവിടുത്തെ ഞാൻ എപ്പോഴും ആശ്രയിക്കുന്നു. ഏറ്റവും ഉത്തമയായ അമ്മ ഒരാൾ മാത്രമേയുള്ളൂ. അതാണ് ശ്രീ ലളിതാ ത്രിപുരസുന്ദരീ ദേവി. അതുകൊണ്ടാണ് 295 ലളിതാ സഹസ്രനാമ മന്ത്രത്തിലെ ഒരു മഹാമന്ത്രമായി അംബിക എന്ന് വശിന്യാദി വാഗ്ദേവതകൾ അവിടുത്തെ സ്തുതിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ മാതാവ്, നിദ്രയുടെ രൂപത്തിൽ ഉള്ളവൾ അഥവാ നിദ്രാരൂപ, രാത്രിരൂപ എന്നൊക്കെ ഈ നാമമന്ത്രത്തിന് അർത്ഥങ്ങളുണ്ട്. ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്നീ 3 ശക്തികളുടെയും സമ്പൂർണമായ രൂപത്തോടു കൂടിയുള്ള ദേവിയെന്നും അംബിക എന്ന മഹാനാമമന്ത്രത്തിന് അർത്ഥമുണ്ട്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും കാരണം അവിടുന്ന് തന്നെയാണ്. അംബിക എന്ന ശബ്ദത്തിന് നിദ്ര, രാത്രി എന്നിങ്ങനെ അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ടാണ് നിദ്രാരൂപ എന്ന് അർത്ഥം വരുന്നത്. രാത്രിരൂപ മഹാദേവി, ദിവാരൂപ മഹേശ്വര എന്ന് സ്കാന്ദപുരാണത്തിൽ കാണുന്നു. അമ്മ രാത്രിയുടെ രൂപമാണ്. അച്ഛനായ മഹാദേവൻ പകലിൻ്റെ രൂപമാണ്. അമ്മ മക്കളെ ആശ്വസിപ്പിക്കുന്നതുപോലെ അമ്മ രാത്രിയുടെ രൂപത്തിൽ പകൽ സമയത്തെ അധ്വാനത്തിൽ നിന്നും വിശ്രമം നൽകുകയാണ് ചെയ്യുന്നത്. നിദ്രയിൽ എല്ലാ വിഷമങ്ങളെയും മനസ്സിലൊതുക്കി കാരണശരീരത്തിൽ ജീവനെ നിർത്തുന്ന ചൈതന്യം, അതാണ് ശ്രീ ലളിതാ ത്രിപുരസുന്ദരീ ദേവിയായ അംബിക. യാ ദേവീ സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഏതൊരു ദേവിയാണോ എല്ലാ പ്രാണികളിലും നിദ്രയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം, നമസ്കാരം, നമസ്കാരം. ദേവി മഹാത്മ്യത്തിലെ ഒരു മന്ത്രമാണിത്. എല്ലാ ജീവികളിലും നിദ്രയുടെ രൂപത്തിലുള്ളവൾ അമ്മ തന്നെയാണ് നിദ്രാദേവി. സമസ്ത ജന്തുക്കളുടെയും സമയത്തിൻ്റെ പകുതി ഭാഗവും എടുക്കുന്നു. ബാക്കി ഭാഗം അവിദ്യ കൊണ്ട് മോഹിപ്പിക്കുന്നു. ബുദ്ധിമാനാണെങ്കിലും ശൂരനാണെങ്കിലും നിദ്രാദേവിയുടെ പിടിയിൽപ്പെട്ട് ശവം പോലെ എല്ലാം മറന്ന് കിടന്ന് ഉറങ്ങുന്നു. ദേവി മഹാത്മ്യത്തിലെ 1-ാം അധ്യായത്തിലെ രാത്രി സൂക്തത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്: വിശ്വേശ്വരീം ജഗദ്ധാത്രീം സ്ഥിതി സംഹാരകാരിണീം നിദ്രാം ഭഗവതീം വിഷ്ണോരതുലാം തേജസ പ്രഭു. വിശ്വേശ്വരി, വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവളായി, ജഗദ്ധാത്രി, ജഗജ്ജനനിയായി, സ്ഥിതി സംഹാരകാരിണി, രക്ഷാ സംഹാരം എന്നിവ ചെയ്യുന്നവളായി, അതുലാം, തുല്യമില്ലാത്തവളായി, ഭഗവതി, ഐശ്വര്യപൂർണമായിട്ടിരിക്കുന്ന, തേജസ വിഷ്ണു, തേജസ്വരൂപനായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ, താം യോഗനിദ്രാം നിദ്രാം, ആ യോഗനിദ്രയാകുന്ന നിദ്രാദേവിയെ സ്തുതിച്ചു. പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവളും, പ്രപഞ്ചത്തിൻ്റെ അമ്മയും, രക്ഷയും സംഹാരവും ചെയ്യുന്നവളും, തുല്യമായിട്ട് വേറെ ആരും ഇല്ലാത്തവളും, ഐശ്വര്യപൂർണമായിട്ടും ഇരിക്കുന്ന തേജസ്വരൂപനായ വിഷ്ണുവിൻ്റെ യോഗമായാകുന്ന അമ്മയെ ബ്രഹ്മദേവൻ സ്തുതിച്ചു. ഈ രാത്രി സൂക്തത്തിൽ
ബ്രഹ്മദേവൻ ഇപ്രകാരം അമ്മയെ സ്തുതിക്കുന്നുണ്ട്. പ്രകൃതിസ്ത്വം ഹി സർവസ്യ ഗുണത്രയ വിഭാവിനി കാളരാത്രിർമഹാരാത്രിർമോഹരാത്രിശ്ച ദാരുണ. ഗുണത്രയ വിഭാവിനി, സത്വരജസ്തമോ ഗുണങ്ങളെ കൊണ്ട് ഊഹിക്കാവുന്ന, സർവസ്യ പ്രകൃതി, എല്ലാത്തിൻ്റെയും പ്രകൃതി, ത്വം അവിടുന്ന് ആകുന്നു, കാളരാത്രി മോഹരാത്രി ച, കാളരാത്രിയും മോഹരാത്രിയും, ദാരുണ മോഹരാത്രി ച, പരിഹാരം ഇല്ലാത്തതായ മോഹരാത്രിയും, ത്വം ഹി അമ്മേ അവിടുന്ന് തന്നെ, നിന്തിരുവടി തന്നെ. സത്വരജസ്തമോ ഗുണങ്ങളെ കൊണ്ട് ഊഹിക്കാവുന്ന എല്ലാത്തിൻ്റെയും പ്രകൃതി അമ്മയാകുന്നു. കാളരാത്രിയും മഹാരാത്രിയും പരിഹാരമില്ലാത്തതായ മോഹരാത്രിയും ജഗദീശ്വരി അവിടുന്ന് തന്നെയാണ്. ഓം അംബികായൈ നമഃ. ഓം ഓം ഹ്രീം അംബികായൈ നമഃ. ശ്രീമാത എന്ന ലളിതാസഹസ്രനാമത്തിലെ ആദ്യ നാമം കഴിഞ്ഞാൽ രണ്ടാമതായി അത്രയും പ്രാധാന്യമുള്ള എൻ്റെ അമ്മയെന്ന് വിളിക്കുന്ന അതേ ഭാവത്തിലുള്ള ഭാവതലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മഹാമന്ത്രമാണ് അംബിക എന്ന നാമമന്ത്രം. സ്നേഹത്തോടെ ഭക്തിയോടെ അമ്മേ എന്ന് ഒരു തവണയെങ്കിലും ജപിച്ചുകൊണ്ട് വിളിച്ചാൽ അമ്മയ്ക്ക് വരാതിരിക്കാനാവില്ല. അനുഭവം കൊണ്ട് പറയുന്നതാണ്. ഒരിക്കലെങ്കിലും അമ്മയെ ഈ നാമം ചൊല്ലിയൊന്ന് വിളിച്ചു നോക്കൂ. എപ്പോഴും ഈ നാമം ജപിക്കണമെന്നും അമ്മയെ വിളിക്കണമെന്നും അമ്മ അടുത്തുണ്ടാകണം എന്നും തീർച്ചയായും ആഗ്രഹിച്ചു പോകും. വേറൊന്നും വേണ്ട, എൻ്റെ അമ്മ മാത്രം മതി എനിക്ക് എന്ന ഒരു ചിന്ത ഉണ്ടാകുന്നതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവിടെ അസ്തമിക്കുകയും ചെയ്യും. ആദിപരാശക്തിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അംബികാദേവി അമ്മേ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. നന്ദി, നമസ്കാരം.